കട്ടപ്പന നഗരസഭയിൽ യു.ഡി.എഫ് ഭരണം നിലനിർത്തി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം എൽ.ഡി.എഫിൽ നിന്നും യു.ഡി.എഫ് പിടിച്ചെടുത്തിരിക്കുന്നു. ഇതോടൊപ്പം സമീപ പഞ്ചായത്തുകളായ ഇരട്ടിയാർ, കാഞ്ചിയാർ എന്നീ പഞ്ചായത്തുകളും എൽ.ഡി.എഫിൽ നിന്ന് യു.ഡി.എഫ് പിടിച്ചെടുത്തു. വലിയ വിജയത്തിനിടയിലും കോൺഗ്രസിലെ പ്രധാന നേതാവായ ഇ.എം. അഗസ്തിയുടെ തോൽവി യു.ഡി.എഫിന് ക്ഷീണമായി. ഷിബിൻ, കട്ടപ്പന നഗരസഭാ ഭരണം ഇത്തവണ യു.ഡി.എഫിൽ തന്നെ നിലനിർത്തി. ആകെ 35 വാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 20 എണ്ണം യു.ഡി.എഫും 13 എണ്ണം എൽ.ഡി.എഫും 2 എണ്ണം ബി.ജെ.പിയുമാണ്. കഴിഞ്ഞ തവണ എൽ.ഡി.എഫിന് 10 സീറ്റായിരുന്നു നേടാൻ കഴിഞ്ഞത്. ഇത്തവണ 3 സീറ്റ് കൂടി അധികമായി കട്ടപ്പന നഗരസഭയിൽ എൽ.ഡി.എഫിന് നേടാനായി. അതുപോലെ എൽ.ഡി.എഫിൻ്റെ പ്രമുഖരായ നേതാക്കൾ ഇത്തവണ മത്സരിച്ച് വിജയിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കട്ടപ്പന നഗരസഭ ശ്രദ്ധേയമായത് കോൺഗ്രസിൻ്റെ പ്രധാന നേതാവായ ഇ.എം. അഗസ്തിയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. അദ്ദേഹം 20 ഏക്കറിലാണ് മത്സരിച്ചത്. എന്നാൽ CPIM-ന്റെ CR മുരളിയോട് ഇദ്ദേഹം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇത് യു.ഡി.എഫിന് ചെറിയ തോതിൽ ക്ഷീണമുണ്ടായിട്ടുണ്ട്. ഇ.എം. അഗസ്തിയുടെ സ്ഥാനാർത്ഥിത്വം കേരള ശ്രദ്ധ ആകർഷിച്ച ഒന്നും കൂടിയായിരുന്നു. അതുപോലെ തന്നെ യു.ഡി.എഫിൽ വിമതർ ഇത്തവണ കൂടുതൽ ഉണ്ടായിരുന്നു. ചില വാർഡുകളിൽ വിമതർ കൂടുതൽ വോട്ടുകൾ നേടുന്ന കാഴ്ചയും കണ്ടു. എടുത്തു പറയേണ്ടത് കട്ടപ്പന ടൗൺ വാർഡിൻ്റെ ഒരു കാര്യമാണ്. കട്ടപ്പന ടൗൺ വാർഡിൽ യു.ഡി.എഫിൽ 2 പേരാണ് മത്സരിച്ചത്. കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, അതുപോലെ കേരള കോൺഗ്രസ് ജെയിലെ അപ്പച്ചൻകുട്ടി ചള്ളവയലിൽ എന്നിവരായിരുന്നു യു.ഡി.എഫ് ഇതിൽ മത്സരിച്ചത്. ഇവിടെ കേരള കോൺഗ്രസ് എൽ.ഡി.എഫിലെ കേരള കോൺഗ്രസ് എമ്മിലെ ബേബി കുര്യൻ വിജയിച്ചു വരുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അതുപോലെ എൻ ഡി എയും കട്ടപ്പന നഗരസഭയിൽ ഒരു മികച്ച രീതിയിലുള്ള ഒരു മത്സരമാണ് കാഴ്ചവെച്ചത്. അതായത് എൻ.ഡി.എയുടെ കേന്ദ്രസമിതി അംഗം ശ്രീനഗരരാജൻ ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്ത് ഇറങ്ങിയിരുന്നു. എൻ.ഡി.എക്ക് 2 സീറ്റാണ് നേടാനായത്. കഴിഞ്ഞ വർഷവും എൻ.ഡി.എക്ക് 2 സീറ്റായിരുന്നു കട്ടപ്പന നഗരസഭയിൽ ലഭിച്ചത്. അതുപോലെ തന്നെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും ഇത്തവണ യു.ഡി.എഫ് പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 14 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ യു.ഡി.എഫ് 12 വാർഡ് പിടിച്ചെടുത്തു. ഇതിൽ 2 വാർഡുകൾ മാത്രമാണ് എൽ.ഡി.എഫിന് നേടാൻ കഴിഞ്ഞത്. എൽ.ഡി.എഫിൻ്റെ കയ്യിലിരുന്ന ഭരണം യു.ഡി.എഫ് പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കട്ടപ്പന നഗരസഭയിലും കാണാൻ കഴിഞ്ഞത്. അതുപോലെ സമീപ പഞ്ചായത്തുകളായ ഇരട്ടയാർ, അതുപോലെ കാഞ്ചിയാർ പഞ്ചായത്തുകളിലും യു.ഡി.എഫ് ഭരണം പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഈ 2 പഞ്ചായത്തുകളിലും കഴിഞ്ഞ വർഷം എൽ.ഡി.എഫ് പിടിച്ചെടുക്കുന്ന എൽ.ഡി.എഫിൻ്റെ കയ്യിലായിരുന്നു ഭരണം ഉണ്ടായിരുന്നത്. ഇത് യു.ഡി.എഫ് ഇത്തവണ പിടിച്ചെടുത്തു. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെയായിരുന്നു കട്ടപ്പന നഗരസഭയിൽ ഇത്തവണ ഉണ്ടായത്. ഷിബിൻ.